നിങ്ങളുടെ വീട്ടിൽ സമ്പത്തിന്റെ സ്ഥാനം കണ്ടുപിടിക്കാൻ അത് രണ്ട് രീതിയിലാണ് സമ്പത്തിന്റെ സ്ഥാനം കണ്ടുപിടിക്കുന്നത്. ഒന്ന്, ഫ്ലെയിങ് സ്റ്റാർ പ്രകാരം എല്ലാ വീട്ടിലും ഒരു വെൽത്ത് ഡയറക്ഷൻ ഉണ്ട്. അത് അതാത് വീടുകളിൽ ചെന്ന് അതിൻ്റെ ഫേസും ഡിഗ്രിയും അത് വീട് പണി കഴിപ്പിച്ച കാലഘട്ടവും എടുത്തിട്ട് അതിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ കണ്ടുപിടിച്ചാൽ വാട്ടർ സ്റ്റാർ 9 വരുന്ന സ്ഥലമാണ് സമ്പത്തിന്റെ ഡയറക്ഷൻ. 2004 മുതൽ 2024 വരെയുള്ള 20 വർഷങ്ങൾ, 24 ഫെബ്രുവരി 3 വരെയുള്ള 20 വർഷങ്ങളിൽ സമ്പത്തിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് 8ന്റെ ഡയറക്ഷൻ, അതായത് വാട്ടർ സ്റ്റാർ 8 വരുന്ന ഭാഗമായിരുന്നു സമ്പത്തിന്റെ ഡയറക്ഷൻ. ഇപ്പം 2024 ഫെബ്രുവരി 4 മുതൽ 2044 ഫെബ്രുവരി 3 വരെ സമ്പത്തിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് 9, വാട്ടർ സ്റ്റാർ 9 വരുന്ന ഭാഗത്താണ്. അപ്പോൾ ഈ 9 വരുന്ന ഭാഗത്ത് എന്താണ് അവിടുത്തെ സ്റ്റാർ എന്നുള്ളത് നമ്മളൊന്ന് നോക്കണം. അത് ഏത് ദിക്കിലാണ് ഈ 9 വരുന്നതെന്നുള്ളത് നമ്മൾ നോക്കണം. എന്നിട്ട് ആ ഭാഗം നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാകും. അതിന് നിങ്ങൾക്ക് ഒരു ഫെങ് ഷുയി കൺസൾട്ടന്റെ സേവനം ആവശ്യമാണ്. പക്ഷേ രണ്ടാമത്തത്, അതായത് ഏതൊരു വീടിൻ്റെയും തെക്ക് കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് സമ്പത്തിന്റെ ഡയറക്ഷനാണ്. അപ്പോൾ ആ ഭാഗം ആക്ടിവേറ്റ് ചെയ്താലും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നേട്ടങ്ങളുണ്ടാവും. അതിനൊരു ഫെങ് ഷുയി കൺസൾട്ടന്റെ സേവനം വേണമെന്നില്ല. അപ്പം നിങ്ങൾക്കൊരു കോമ്പസ് മാത്രം മതിയാവും. നിങ്ങളുടെ വീടിന്റെ തെക്ക് കിഴക്ക് ഭാഗം കണ്ടുപിടിക്കുക. തെക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങൾക്ക് വെൽത്ത് സിമ്പിൾസുകൾ വെക്കാവുന്നതാണ്. അത് വീടിന്റെ പുറത്തും വെക്കാം, സ്വീകരണ മുറിയിലും വെക്കാം. വീടിന്റെ പുറത്താണെങ്കിൽ വീടിന്റെ പുറത്ത് തെക്ക് കിഴക്ക് ഭാഗത്ത് മുളച്ചെടി, അതുപോലെ ലക്കി ബാമ്പു, മണി പ്ലാന്റ് എന്നിവ വെക്കുന്നത് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാക്കാനായിട്ട് നല്ലതാണ്. അത് മണി പ്ലാന്റിൽ ഒരു ഇതുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മണി പ്ലാന്റ് ചില സന്ദർഭങ്ങളിൽ നമ്മൾ എപ്പോഴും ലോണിനെ ആശ്രയിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് അടുത്തതായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വീകരണ മുറിയുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് നല്ല മുളച്ചു വരുന്ന ലക്കി ബാമ്പുവിന്, നല്ല കിളിന്ത ഇലകളുള്ള ലക്കി ബാമ്പുവിൻ്റെ ഒരു പ്ലാന്റ് തെക്ക് കിഴക്ക് ഭാഗത്ത് വെക്കുന്നത് നല്ല സാമ്പത്തിക വളർച്ചയ്ക്ക് നല്ലതായിരിക്കും. അതുപോലെ തെക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് വെൽത്ത് സിമ്പിൾസ് വെക്കാം. വെൽത്ത് സിമ്പിൾസ് എന്ന് പറയുന്നത്, ഒന്ന് ഇതുപോലെ ഉള്ള ഒരു വെൽത്ത്, അത് പിന്നെ ചൈനീസ് കോയിൻസ്, ഇൻഗോട്ട്, സിർട്ടൺ, ഇങ്ങനെയുള്ള ഒരു വെൽത്ത് സിമ്പിൾ നമ്മൾ എപ്പോഴും കാണുന്ന രീതിയിൽ തെക്ക് കിഴക്ക് ഭാഗത്ത് വെക്കാം. രണ്ടെന്ന് പറയുന്നത് വെൽത്ത് ശംബാല എന്ന് പറയുന്ന ഗോഡിൻ്റെ സ്റ്റാച്ചു നമുക്ക് തെക്ക് കിഴക്ക് ഭാഗത്ത് വെക്കാം. മൂന്നെന്ന് പറയുന്നത് ഒരു സിംബോളിക് ആയിട്ടുള്ള ഒരു വെൽത്ത് ഷിപ്പ് ഉണ്ട്, അത് തെക്ക് കിഴക്ക് ഭാഗത്ത് വെക്കാം. നാലെന്ന് പറയുന്നത് പശുവും കുട്ടിയും ആയിട്ടുള്ള സ്റ്റാച്ചു ഉണ്ട്, അത് തെക്ക് കിഴക്ക് ഭാഗത്ത് വെക്കാം. അഞ്ചെന്ന് പറയുന്നത് ഡബിൾ 8 സിമ്പിൾസ് ഉണ്ട്, അത് തെക്ക് കിഴക്ക് ഭാഗത്ത് വെക്കാം. അപ്പം ഇത്തരത്തിലുള്ള വെൽത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാധനങ്ങൾ തെക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് വെക്കാവുന്നതാണ്. അത് നമുക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവും. പിന്നെ ഫെങ് ഷുയിയുടെ ചില ടൂളുകൾ നമുക്ക് പരിചയപ്പെടുത്താം. ഇത് കണ്ണ് തട്ടാതിരിക്കാനായിട്ട്, അതായത് മറ്റുള്ളവരുടെ ദൃഷ്ടി തട്ടാതിരിക്കാനായിട്ട് ബ്ലൂ ഐ നമുക്ക് തൂക്കാവുന്നതാണ്. എൻട്രൻസിൻ്റെ സമയവും മറ്റൊരാൾ നമ്മുടെ വീട്ടിലേക്ക് നോക്കുമ്പോൾ കാണുന്ന രീതിയിൽ ഇത് സ്ഥാപിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എപ്പോഴും നല്ല ആക്റ്റീവായിട്ട് നിൽക്കാൻ വേണ്ടി നമുക്ക് ടൈഗർ ഐയുടെ ബ്രേസ്ലെറ്റ് ഉപയോഗിക്കാവുന്നതാണ്. വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റോസ് കോഴ്സിൻ്റെ ബ്രേസ്ലെറ്റ് ഉപയോഗിക്കാവുന്നതാണ്. എപ്പോഴും നമുക്കൊരു ഡിവൈൻ എനർജി ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് അമത്തിസ്റ്റിൻ്റെ ലോക്കറ്റ് ഉപയോഗിക്കാവുന്നതാണ്. ശരീരത്തിൻ്റെ നെഗറ്റീവ് എനർജികൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്ലൂ ഐയും ലാവയുടെയും ബ്രേസ്ലെറ്റ് ഉപയോഗിക്കാം. നമ്മളിലേക്ക് സമ്പത്ത് വരാൻ വേണ്ടിയിട്ട് നമുക്ക് സെറ്റിൻ്റെ സ്റ്റോണും ബ്രേസ്ലെറ്റുകളും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ടൂളുകളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.